ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ആലു പൊറോട്ട. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി, അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ആവശ്യത്തിന് ഉപ്പ്. ഇനി അത് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴക്കണ പോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നതെങ്കിലും ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ നല്ലത്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില. പക്ഷേ ഇതുപോലെ പോലെ കുറേ കൂടെ കുനുകുനാന്നരിയണം. ഈ പിച്ചാത്തി വെച്ച് കുറച്ചുകൂടെ കുനുകുനാന്നരിയണം. എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഇതിലെ പരത്തുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ്, ഇത് 1.5 കപ്പുണ്ട്. 1.5 കപ്പ് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇത് എല്ലാം വളരെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടായി അടുപ്പത്ത് വെക്കുക. അപ്പോൾ കടായി ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കടുക് അടുപ്പത്തിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ, ഏറ്റവും നല്ലത് ആദ്യം വേപ്പില ഇടുക, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അവസാനം സവാള. ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഇടുക. തീ നമ്മൾ സിമ്മിലിടുക, ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പിടുക, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. സവാളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഉരുളൻകിഴങ്ങ് പൊടിച്ചത് ഇതിലോട്ട് ഇടും. ഇപ്പോൾ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഉരുളൻകിഴങ്ങ് ഇടുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ പരുവത്തിൽ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് കുഴപ്പമില്ല. നമ്മുടെ ആലു പൊറോട്ടയുടെ ഫില്ലിങ്സ് റെഡിയായി. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി ഇതിറക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, ആദ്യം ഇതുപോലൊരു നമ്മൾ ആ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കിയത് ഇതുപോലെ ഒരെണ്ണം ഒരു ഉണ്ട ഉണ്ടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് ചപ്പാത്തി ഇതുപോലെ ഇതിൻ്റെ നടുക്ക് ഈ ഉണ്ട വെക്കുക. നടുക്ക് ഇതുപോലെ വെച്ചിട്ട് അവസാനം ഇതിങ്ങനെ കൊണ്ടുവന്ന് മുട്ടിക്കുക. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് മിശ്രിതം ഇതിൻ്റെ നടുക്കിരിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതിൻ്റെ അടുക്കാണ് ആ ഉരുളൻകിഴങ്ങ് മിക്സ്. വേറെ ഒരു മാർഗം എന്ന് പറയണത് ഇതുപോലെ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കുക, ഇച്ചിരി കൂടെ ചെറുത്. എന്നിട്ട് അത് കുറച്ചുകൂടെ വലുതാക്കി പരത്തിയിട്ട് ഒരെണ്ണത്തിൻ്റെ അകത്ത് ഈ ഉരുളൻകിഴങ്ങ് മിശ്രിതം വെക്കുക. എന്നിട്ട് വേറൊരു ചപ്പാത്തി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ അറ്റങ്ങളങ്ങ് ഒട്ടിക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തണ പോലെ പരത്തി. നമുക്ക് 6 ആലു പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ആലു പൊറോട്ട. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് ഉരുളൻകിഴങ്ങ് ആലു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് അതായത് ഇങ്ങനെ പൊളിച്ചു നോക്കിയാലേ അതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങ് കയറി. അപ്പോൾ അതാണ് ആലു പൊറോട്ട. ഇത് നമ്മൾ തൈര് അല്ലെങ്കിൽ പിക്കിളും കൂട്ടിയാണ് സാധാരണ കഴിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.